സുഹൃത്തുക്കളെ, ഞങ്ങളങ്ങനെ മരുതമലയിൽ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങളുടെ വാഹനത്തിൽ കോയമ്പത്തൂർ തന്നെ ഫേമസായിട്ടുള്ള ഈഷ യോഗ സെൻറ്ററിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് പോകുന്ന വഴിക്കുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ കാണുന്ന തെങ്ങും കവുങ്ങൊക്കെ ഉണ്ട്. അല്ലേ, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആ വഴിക്ക് പോണ വഴിക്കാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി. പോണ വഴിക്കുള്ള കോയമ്പത്തൂർ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരളത്തിലുള്ള പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള ഭാരതിയാർ യൂണിവേഴ്സിറ്റി. അതിൽ കൂടെ മുന്നിൽ കൂടെ പോകുമ്പോഴാണ് നമ്മളിപ്പോൾ ഈഷ യോഗ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോയിരിക്കുന്നത്. അതിന്നൊരു ഉള്ളിലോട്ട് പോകാൻ ഞങ്ങൾ മറ്റേ ശിവൻ്റെ പ്രതിമ കാണുന്നതിൻ്റെ ബാക്ക് സൈഡ് കൂടെയാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ കയറുമ്പോൾ ഒരു 30 രൂപ അതിന് പാസിങ് ഉണ്ട്. അതിലോട് കയറി ഞങ്ങളുടെ വണ്ടി കാറ് പാർക്ക് ചെയ്ത് അങ്ങനെ പാസ് ചെയ്ത് വന്നപ്പോഴാണ് നമ്മുടെ ശിവൻ്റെ വാഹനമായിട്ടുള്ള നന്ദിയെ കാണുന്നത്. അല്ലേ, അവിടെ 3-4 നന്ദി, നല്ല രസമുണ്ട് കാണാൻ. എന്ന് വെച്ചാൽ വളരെ നമ്മുടെ വൈഫിൻ്റെ ചേച്ചി അവർക്ക് ഒരു പഴം കൊടുത്തിട്ടുണ്ട്. അവിടെ ഭക്ഷണങ്ങൾ അതിന് കൊടുക്കാറുണ്ട്. അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലേ, ഞാൻ ഇപ്പോൾ ഒരു 3-4 അവിടെ നന്ദികളവിടെ ഉണ്ട്. അല്ലേ, ഈ കാണുന്ന നന്ദി കണ്ടോ, അതിൻ്റെ കൊമ്പും അതിൻ്റെ എടുപ്പും കണ്ടാൽ തന്നെ നമുക്കറിയാം ശിവൻ്റെ വാഹനമായിട്ടുള്ള നന്ദി. നോക്കൂ, എത്ര മനോഹരമായിട്ടാണ് നിൽക്കുന്നത്. അത് ശിവനെ ആ ഭാഗത്തോട്ട് നോക്കിയിട്ടാണ് ഈ സംഭവം നിൽക്കുന്നത്. അപ്പോൾ അവിടെ അതിനുള്ള ഭക്ഷണം കൊടുക്കാനുള്ളതും അവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ ഓരോ കാര്യങ്ങൾ അവിടെ ഒരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു കയ്യിൽ നമുക്ക് ഒരു ഉരുള തരും. അത് നമുക്ക് ഈ നന്ദിക്ക് കൊടുക്കാം. ഇതൊക്കെ അവിടുത്തെ ഒരു ആചാരങ്ങളാണ്. മറ്റല്ലേ, നോക്കൂ, ആ നന്ദിയെ കണ്ടില്ലേ. ഇനി ഞാനിവിടെ നിന്ന് നേരെ ഞങ്ങൾ പോകുന്നത് വെച്ചാൽ ഏകദേശം പറഞ്ഞാൽ നമ്മൾ പാസിങ് അവിടെ നിന്ന് ചുരുങ്ങിയത് ഒരു 1/2 കിലോമീറ്ററെങ്കിലും വേണം ഈ ശിവൻ്റെ പ്രതിമ അവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, അത്രയും വലിയൊരു പ്രതിമയാണ്. അതിൻ്റെ അടുത്തോട്ട് നമ്മൾ ഒരുപാട് പേര് ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അടുത്തോട്ട് അങ്ങനെ നടന്നു. ഞാനും ഞങ്ങളുടെ ഫാമിലി എല്ലാം കൂടി ഞങ്ങൾ അങ്ങോട്ട് ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. നല്ല കാറ്റും നല്ല കാലാവസ്ഥ, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. വലിയ ചൂടൊന്നുമില്ലാതെ നല്ലൊരു കാലാവസ്ഥയാണ്. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നതിൽ നമുക്ക് ക്ഷീണങ്ങളൊന്നുമില്ലാതെ ഞങ്ങളങ്ങനെ അടുത്തോട്ട് നോക്കിയല്ലേ, ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഒരുപാട് പേര് അങ്ങോട്ട് പോകുന്നുണ്ട്, വരുന്നുണ്ട്. ഒരുപാട് ഈ വിസിറ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ആണല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഈ കാണുന്ന കാര്യങ്ങൾ. ആണല്ലേ, ഇത്രയും നല്ലൊരു പ്രതിമയുടെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഒരു എന്താണ് ഇത് വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങളവിടെ അടുത്തെത്തുമ്പോഴാണ് അവിടെ കുറേ കലാകാരന്മാർ അവിടുത്തെ തമിഴ്നാട്ടിൻ്റെ ഒരു നൃത്താവിഷ്കാരം, അവിടെ ഒരു പാട്ട് പാടിയിട്ട് അവർ ഒരു നൃത്തം ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ലൈവായിട്ട് തന്നെ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ ഇടുന്നുണ്ട് സംഭവം. എന്നുവെച്ചാൽ അവിടെ അതിന് ഒരു കലാകാരന്മാർ ഓരോ ആൾക്കാരും അവിടുത്തെ ആൾക്കാർ വന്നിട്ട് ഓരോ ദിവസങ്ങൾ ഓരോ പ്രോഗ്രാം അവിടെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് ഒരു ഗ്രൂപ്പിൻ്റെ ഒരു ഡാൻസ് ഗ്രൂപ്പും അതിൻ്റെ ഒരു ഫോളോ സോങ്ങൊക്കെ ആയിട്ട് വന്നിട്ടിരിക്കുന്ന ഒരു ടീമാണ് എന്നല്ലേ. അപ്പോൾ അവർ വളരെ യെല്ലോ കളറിലുള്ള ഒരു സാരിയും ഓറഞ്ച് മറ്റേ ഇതൊക്കെ ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഒരുപാട് പേര് വന്ന് കാണാൻ വരുന്നുണ്ട് അല്ലേ. ഇനി ഞങ്ങൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക. ചില ആൾക്കാരുടെ എണ്ണം വൈകുന്നേരത്തെ രാത്രികളിലാണ് ഇതിന് കാണാൻ. ഇതിനകത്ത് പ്രത്യേക പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ ശിവൻ്റെ ഇതിനകത്ത് ഒരു പ്രത്യേക ലൈറ്റിംഗ് ഉണ്ട്, സംഭവമുണ്ട്. അത് കാണാനാണ് ഒരുപാട് പേര് വരുന്നത്. അത് വെച്ചാൽ ഞാൻ വീഡിയോൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് വെച്ചാൽ എനിക്കിത് ഫുള്ളായിട്ട് ഇതിൻ്റെ വീഡിയോ ഞാനത് ഫുള്ളായിട്ട് ഇതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാകണ്ടല്ലേ, എന്നാൽ ഞാൻ പല ആംഗിളുകളിൽ നിന്നിട്ടാണ് ഞാനിതിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം എന്താണല്ലേ ഇതിവിടെ കാണുന്ന. അപ്പോൾ ഇവിടെ ഈ കലാകാരന്മാരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പാട്ടുകളൊക്കെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ സോങ് അവർ ഈ ഡാൻസ് കളിക്കുന്നത് ലൈവായിട്ട് നിങ്ങൾക്ക് തന്നെ ഞാൻ ഇതിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്നത് നമ്മുടെ ശിവലിംഗത്തിന് ഞാൻ ചുറ്റും ഒന്ന് നടന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു ധ്യാനത്തിൻ്റെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു 20 രൂപ കൊടുത്ത് തന്നെ ഒരു എണ്ണ തരും. അവിടെ കൊണ്ടുപോയിട്ട് അത് ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്കവിടെ ധ്യാനത്തിലിരിക്കാം. അത് ഇരുന്ന് കഴിഞ്ഞ് നമുക്ക് അതിനുള്ള സ്ഥലമാണ്. അതിനകത്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, ഉണ്ടല്ലേ. ഞാനത് പുറത്തുനിന്നാണ് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഇപ്പോൾ ഞാൻ അങ്ങനെ നമ്മുടെ ശിവൻ്റെ പ്രതിമയുടെ ചുറ്റും ഒന്ന് നടന്ന് കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇതേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ.
ഇതിങ്ങനെ ഒരു റൗണ്ട് നല്ലൊരു വല്ലപ്പോഴും നല്ല ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ അത് കൂടെ നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടല്ലേ. ഞാൻ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കാണിച്ചു തരാം എന്നുള്ളത്. നമ്മുടെ ശിവൻ്റെ പ്രതിമയുടെ ഓരോ ഭാഗത്തും നമ്മുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന മണി കണ്ടല്ലേ, അതൊക്കെ അവിടെ ഒരു ആരാധകൻ, ഒരു ഭക്തൻ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് മൊത്തം റൗണ്ട് ചെയ്ത് വന്ന് ഇവിടെ വന്ന് അത് അതാ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണിച്ച ശിവൻ്റെ നോക്കൂ, ആ മുകളിലോട്ട് ഞാൻ എത്രയും ഹൈറ്റാണ്, നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത് അല്ലേ. ശിവൻ്റെ പ്രതിമ എന്ന് പറഞ്ഞാൽ ആ ചതുരക്കലയും ഒരുപാട് ആ ജടയും അല്ലേ, അത്രയും വളരെ നന്നായിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും അതെല്ലാവരും വന്ന് ഇവിടെ നിന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ഈശ യോഗ സെൻറ്റർ. അവിടെ വെച്ചാൽ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ പോകുമ്പോൾ തന്നെ നമ്മൾ മനസ്സിനും എല്ലാറ്റിനും ഒരു മനസ്സിന് സന്തോഷവും ഒരു ശാന്തിയും സമാധാനവും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉള്ളത് കേട്ടല്ലേ. ഞാൻ തന്നെയാണ് ഈ വീഡിയോ ഇത്രയും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഇത്ര വളരെ സ്ലോ ആയിട്ടും വളരെ ഭംഗിയോടുകൂടി ഈ സംഭവം നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നത്. ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാകുമെങ്കിലും കാണാത്ത ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവർക്കും കൂടി വേണം കണ്ടിട്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ എടുത്തതും ഞാൻ ഒരു റൗണ്ട് ഞാൻ വീണ്ടും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാണാൻ വേണ്ടി കണ്ടല്ലേ. ഞാൻ ഇത്രയും ലോങ് ചെയ്ത് ഫുള്ളായിട്ട് ഞാൻ വീഡിയോ കാണിച്ചു തരാം ഫുള്ളായിട്ട് കേട്ടോ. അത് നിങ്ങൾ നോക്കിക്കോളൂ. ഞാൻ വീണ്ടും തിരിച്ചിവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ കലാകാരന്മാർ വീണ്ടും ഒരു ഡാൻസിനടുത്തുള്ള തയ്യാറെടുപ്പ്. അപ്പോഴേക്കും ഇവിടെ ഇത് ഭക്തരുടെ എണ്ണം കൂടിക്കൊണ്ട് വരുന്നുണ്ട്. ആൾക്കാരുടെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഡാൻസ് എഴുതാനുള്ള അതിനുള്ള പ്രാക്ടീസ് തുടങ്ങി അടുത്തൊരു സോങ് വെച്ചിരിക്കുകയാണ്. ആ സോങ്ങിനുള്ള അടിച്ചുള്ള ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടേ. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. എന്ന് വെച്ചാൽ നന്നായിട്ട് നമുക്കൊരു ബോറടിക്കുന്ന പോലെയല്ല, അതിന് ഒരു ഫോക്ക് സോങ് ആണെന്ന് വെച്ചാൽ അതങ്ങനെയാണെന്ന് വെച്ചാൽ അവരങ്ങനെ അത് ചിട്ടപ്പെടുത്തി തമിഴ്നാടിൻ്റെ ശൈലിയിലുള്ള ഒരു സോങ്ങാണ് മറ്റേ. കുറേ ആൾക്കാർ സെൽഫി എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട് ഒരുപാട്. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ആ ഏരിയയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ, പക്ഷേ എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി വീഡിയോ ഇത്രയും ഞാൻ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് വെച്ചാൽ ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേർക്ക് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബിലൂടെ ഞാൻ ഈ ചാനലിലൂടെ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി ഞാനവിടെ പോയപ്പോൾ ഷൂട്ട് ചെയ്തതും ഈ സംഭവങ്ങളെല്ലാം മറ്റേ. അപ്പോൾ അതിനുശേഷം ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് ഇവർ മറ്റേ പാട്ട് ഇതിൻ്റെ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ ഇതിനെ കൂടെ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് നേരം ഞാൻ അവിടെ അത് വീഡിയോ ഒരു അടുത്ത സോങ് വരുന്നവരെ കുറച്ച് നേരം നോക്കി നിന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി പോകുന്നുണ്ട്. അടുത്ത അവിടെ യോഗ സെൻറ്റർ തൊട്ട് ബാക്കിലാണ്, ഈ ശിവലിംഗത്തിൻ്റെ ബാക്ക് കൂടെ നടന്നു പോകുന്നത് അവയെ പോകുന്നതാണ്. ഇതിലെ കൂടെ നേരെ പോകുന്നത് യോഗ സെൻറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള യോഗ സെൻറ്ററിനകത്ത് ഈ അതിനുള്ളിൽ കയറ്റില്ല. അപ്പോൾ